ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റമദാൻ സ്പെഷ്യൽ സ്നാക്ക് റെഡിയാക്കാൻ ഈസിയും സൂപ്പർ ടേസ്റ്റിയുമായ ഒരു റെസിപ്പി വേണം. ഇന്ന് ഞങ്ങൾ തയ്യാറാക്കാൻ പോകുന്നത് ക്രിസ്പിയും ജ്യൂസിയുമായ ചിക്കൻ സിഗാർ ബൈറ്റ്സ് ആണ്. ഇഫ്താർ ടേബിളിൽ ഇട്ട് വെച്ചാൽ സെക്കൻഡ്സിനുള്ളിൽ തന്നെ ഡിസപ്പിയർ ആകുന്ന ഒരു സ്നാക്ക്. കുറച്ച് സിമ്പിൾ ഇൻഗ്രീഡിയൻസ് കൊണ്ട് വീട്ടിൽ തന്നെ ബേക്കറി സ്റ്റൈൽ ചിക്കൻ സിഗാർ ബൈറ്റ്സ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. So first step is to prepare the filling. ഫില്ലിംഗ് ഉണ്ടാക്കാൻ ഞാനിവിടെ 300 grams ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഇതൊന്ന് റഫ്ലി ഗ്രൈൻഡ് ചെയ്ത് മിൻസ് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കാൻ സൂപ്പർ ഈസിയാണ്, കാരണം ഇതിൽ നമ്മൾ മസാലകളൊന്നും വഴറ്റിക്കൊണ്ടിരിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി ഈ റെസിപ്പിക്ക് വേണ്ടിയ ഇൻഗ്രീഡിയൻസ് ഒക്കെ 1 by 1 ആയിട്ട് ആഡ് ആക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം, 2 ടേബിൾ സ്പൂൺ ഗ്രേറ്റഡ് ക്യാരറ്റ്സ്. ചോപ്പ് ചെയ്തതല്ല കേട്ടോ, ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റ്സ് ആണ്. പിന്നെ ഞങ്ങൾക്ക് വേണ്ടത് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞതുമാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജിഞ്ചർ ഗാർലിക് പൗഡറും ഇടാവുന്നതാണ് കേട്ടോ. അടുത്തത് ഒരു 2 ടേബിൾ സ്പൂണോളം സ്പ്രിംഗ് അനിയൻ്റെ ഗ്രീൻ പോർഷൻ ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി 1 ടേബിൾ സ്പൂണോളം മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായപ്പോൾ പിന്നെ ഞാൻ കൈ കൊണ്ട് തന്നെ മിക്സാക്കി. അല്ലെങ്കിലും കൈ കൊണ്ട് മിക്സാക്കിയാലേ അതിൻ്റെ ഒരു എക്സാക്ട് ഫ്ലേവർ കിട്ടൂ. ഇനി ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. മുട്ടൻ്റെ യോക്ക് വേണ്ടാത്തവർക്ക് മുട്ടൻ്റെ വെള്ള മാത്രം ഇട്ടാലും മതിയാവും. എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ ഇടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ. വീണ്ടും ഇതെല്ലാം നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം കേട്ടോ. സോ വൺസ് ദാറ്റ്സ് ഡൺ, ഇതിലേക്ക് ഇനി ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക. നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഈ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. കോൺഫ്ലോർ ഞങ്ങൾ ഉണ്ടാക്കിയ മിക്സ്ചറിൽ നല്ലോണം കോട്ടാവുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്യാൻ. വെറും ഒരു 2-3 സ്പൈസ് പൗഡേഴ്സ് മതിയാവും കേട്ടോ ഈ റെസിപ്പിക്ക്. അതിലൊന്നാണ് കുരുമുളക് പൊടി. ഞാനിവിടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് കേട്ടോ ഇടുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 2 ടീസ്പൂൺ സോയ സോസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇല്ലേ, സോയ സോസ് ആഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, സോയ സോസിൽ ഓൾറെഡി കുറച്ച് ഉപ്പ് ഉണ്ടാവും കേട്ടോ. സോ അതും കൂടി മനസ്സിൽ വെച്ചിട്ട് വേണം ഇത് ആഡ് ആക്കാൻ. അങ്ങനെ റെഡിയായ ഈ ഫില്ലിംഗ് ഒരു പൈപ്പിംഗ് ബാഗിലേക്കോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ ഒരു സാധാ കവറിലോ ഇട്ട് ട്രാൻസ്ഫർ ചെയ്താലും മതിയാവും. ഈ റെസിപ്പിയിൽ മാവ് കുഴയ്ക്കാനോ പരത്താനോ ഫില്ലിംഗ് വഴറ്റാനോ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് തന്നെ ഇതിനൊരു ലേസി യെറ്റ് സൂപ്പർ ടേസ്റ്റി റെസിപ്പി എന്ന് തന്നെ പറയാം. മുതിർന്നവർക്കാവട്ടെ കുട്ടികൾക്കാവട്ടെ ഒരുപോലെ ഇഷ്ടാവുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇത്. സോ അങ്ങനെ ഞാൻ എന്താ ഫില്ലിംഗ് ഒക്കെ ഒരു കവറിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് റബ്ബർ ബാൻഡ് ഇട്ട് സെക്യൂർ ചെയ്യാം കേട്ടോ. അതിനുശേഷം കവറിൻ്റെ അടിഭാഗം കുറച്ച് കട്ടിയുള്ള രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ ആ ക്ലിപ്പിംഗ് എടുക്കാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാഞ്ഞത്.
ഈ ഫില്ലിംഗ് റാപ്പ് ചെയ്യാൻ ഞാൻ സ്വീറ്റ്സിൻ്റെ സ്പ്രിംഗ് റോൾ ഷീറ്റ്സ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ദെൻ ഞാൻ മൈദൻ്റെ ഒരു സ്ലറിയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ആക്ച്വലി 2 ടേബിൾ സ്പൂൺ മൈദയും 2 ടേബിൾ സ്പൂൺ വെള്ളവും മിക്സ് ചെയ്തുണ്ടാക്കിയ ഒരു സ്ലറിയാണ് കേട്ടോ. സോ അതും കൂടി സെറ്റാക്കി മാറ്റി വെക്കുന്നുണ്ട്. സ്വീറ്റ്സിൻ്റെ ഈ പാക്കറ്റിൽ ഞങ്ങൾക്ക് 40 ഷീറ്റ്സ് ആണ് കേട്ടോ കിട്ടുക. ഈ ഷീറ്റ്സ് നിങ്ങൾ വീണ്ടും ഫ്രീസ് ചെയ്ത് റീയൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള ഷീറ്റ്സ് മാത്രം പുറത്ത് വെച്ചിട്ട് ബാക്കിയുള്ളത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലെങ്ങാനോ സ്റ്റോർ ചെയ്ത് തിരിച്ച് ഫ്രീസറിൽ തന്നെ വെക്കണം. കാരണം എയർ കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഷീറ്റ്സ് ഒന്നിനും കൊള്ളാണ്ടായിപ്പോവും. ഇനി ഒരു ഷീറ്റ് എടുത്ത് അതിലേക്ക് നമ്മൾ ഫില്ലിംഗ് പൈപ്പിംഗ് ബാഗ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഹൊറിസോണ്ടലി ഇട്ടുകൊടുക്കുക. കുറച്ച് കട്ടിയിൽ കിട്ടാൻ വേണ്ടിയാണ് വലിയ ഹോൾ ഉണ്ടാക്കാൻ പറഞ്ഞത് കേട്ടോ. അതിന് ശേഷം നമ്മൾ സ്ലറി ഷീറ്റിൻ്റെ ടോപ്പ് പോർഷനിൽ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇനി മെല്ലെ മെല്ലെ ഇതേപോലെ റോൾ ചെയ്തെടുത്താൽ വി ആർ ഓൾമോസ്റ്റ് ഡൺ. ഞാൻ ഈ ഡിഷ് ഫ്രഷ്ലി ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഡയറക്റ്റ്ലി ഈ ഉള്ളിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എല്ലാം ഒരുമിച്ച് ആഡ് ചെയ്ത് കൊടുത്തത്. നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ഉണ്ടാക്കി ഫ്രീസ് ചെയ്ത് വെക്കാനുള്ള പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉള്ളിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റിനൊക്കെ പകരം ഓണിയൻ പൗഡർ, ഗാർലിക് പൗഡർ, ജിഞ്ചർ പൗഡർ അങ്ങനത്തെ പൗഡേഴ്സൊക്കെ ഇട്ടാൽ മതി കേട്ടോ. അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഊസ് ഔട്ട് ആവാൻ തുടങ്ങും. പിന്നെ നിങ്ങളുടെ ഡിഷൊക്കെ കൊള്ളാവും. അതുകൊണ്ടാട്ടോ. സോ ഇങ്ങനെ നമ്മൾ സ്പ്രിംഗ് റോൾ സിഗാർസ് ഓരോന്നായി മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പൈപ്പിംഗ് ബാഗിൽ എയിം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ സ്പൂൺ യൂസ് ചെയ്തിട്ടും ചെയ്യാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല. പൈപ്പിംഗ് ബാഗിൽ ഇടാൻ പറഞ്ഞത് ഈവനായി ഫില്ലായി കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്. സോ ഞങ്ങൾ സ്പ്രിംഗ് റോൾ സിഗാർസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് ഫ്രൈ ചെയ്യാം. അതിന് വേണ്ടി ഒരു കടായി എടുത്തിട്ട് അതിലേക്ക് ഓയിൽ ഒഴിക്കുക. ഓയിൽ ചൂടായോ എന്ന് നോക്കാൻ റോളിൻ്റെ സൈഡിൽ നിന്ന് ചെറിയൊരു പോർഷൻ കട്ട് ചെയ്ത് ഇട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എണ്ണ നന്നായി ചൂടായി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഒരു സിഗാർ എടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഓരോന്നായി ചെരിച്ചിട്ട് ഓൾമോസ്റ്റ് ഒരു ഡയമണ്ട് ഷേപ്പ് പോലെ കട്ട് ചെയ്തെടുക്കുക. ഈ സാധനം കട്ട് ചെയ്യും തോറും പൊരിച്ചെടുക്കാണ് കേട്ടോ ചെയ്യുക. ലോ ടു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് വേണം പൊരിച്ചെടുക്കാൻ. എന്നാലേ ഇതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിംഗ് കുക്കാവുള്ളൂ. പ്ലസ് വൺ മോർ തിങ്, കട്ട് ചെയ്യുമ്പോൾ മേത്ത് എണ്ണ തെറിക്കാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഓൾമോസ്റ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്യണം കേട്ടോ. ടീ ടൈം സ്നാക്ക് ആയാലും ഇഫ്താർ ടേബിളിലായാലും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. സൂപ്പർ ക്രിസ്പി ചിക്കൻ സിഗാർ ബൈറ്റ്സ് നമുക്ക് ഈസിയായി ഉണ്ടാക്കാവുന്ന ഐറ്റം തന്നെയാണ്. ഇത് നിങ്ങൾ വൺസ് ട്രൈ ചെയ്താൽ പിന്നെ റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കില്ല എന്ന് ഞാൻ ഗ്യാരണ്ടി. അങ്ങനെ ഓരോന്നായി നമ്മൾ ചിക്കൻ സിഗാർ ബൈറ്റ്സ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. വീട്ടിൽ നോമ്പറക്കാൻ എന്ത് സ്നാക്ക് ഉണ്ടാക്കുമ്പോഴും മക്കളാണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആവില്ല. എല്ലാ ദിവസവും ഇന്നെന്താ സ്പെഷ്യൽ എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ വീട്ടിലും സെയിം സീനാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒരു ഹാർട്ട് ഇമോജി അയക്കണേ. അപ്പോൾ നമ്മുടെ സൂപ്പർ ക്രിസ്പി ചിക്കൻ സിഗാർ ബൈറ്റ്സ് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. പുറത്ത് നല്ല ഗോൾഡൻ ക്രിസ്പി ലെയർ, ഉള്ളിൽ ജ്യൂസി ചിക്കൻ ഫില്ലിംഗ്. ഉറപ്പായിട്ടും നോ ഡൗട്ട് ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. ഈ റമദാൻ മാസത്ത് ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനിത് പെയർ ചെയ്തിരിക്കുന്നത് മോമോസിൻ്റെ ചട്നീൻ്റെ കൂടെയാണ്. നിങ്ങൾക്ക് ഏത് ടിപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഈ ചട്നീൻ്റെ റെസിപ്പി ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് വേണ്ടി എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ വേറൊരു ടേസ്റ്റി റെസിപ്പിയുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടാം. അൻറ്റിൽ ദെൻ ഹാപ്പി കുക്കിംഗ്.